കോട്ടയം പാലാ നഗരസഭയിൽ ഭരണം പിടിക്കാൻ നിർണായക നീക്കവുമായി LDF-ഉം UDF-ഉം CPIM നേതാക്കൾ പുളിക്കക്കണ്ടം കൌൺസിലർമാരുമായി ചർച്ച നടത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ മൗന സമ്മതത്തോടെയാണ് നീക്കം. അതേസമയം പുളിക്കക്കണ്ടം കൌൺസിലർമാരുമായി ചർച്ച നടത്താൻ UDF 3-അംഗ സമിതിയെ നിയോഗിച്ചു. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിർണായക നീക്കങ്ങളാണ് ഇരുമുന്നണികളും നടത്തുന്നത്. ബിനു പുളിക്കക്കണ്ടവുമായി കേരള കോൺഗ്രസ് എം അകന്നു നിൽക്കുന്നതിനാൽ CPM ആണ് ചർച്ചകൾ നടത്തുന്നത്. മന്ത്രി VN വാസവൻ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. പുളിക്കക്കണ്ടത്തെ കൌൺസിലർമാരെ ഒപ്പം കൂട്ടിയില്ലെങ്കിൽ പാലാ നഗരസഭയിൽ ആദ്യമായി കേരള കോൺഗ്രസ് എമ്മിന് ഭരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയും കൂട്ടരും ചർച്ചകൾക്ക് മൗനസമ്മതം നൽകിയതായാണ് വിവരം. UDF-ഉം പുളിക്കക്കണ്ടം കൌൺസിലർമാരെ കൂടെ നിർത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനായി 3-അംഗ സംഘത്തെ ചുമതലപ്പെടുത്തി. ശ്രീ ജോസഫ് ആഴക്കൻ നേരത്തെ മുതലോടെ സംസാരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പ്രിയ MP ശ്രീ ഫ്രാൻസിസ് ജോർജ് ആ ടീമിനെ ോടൊപ്പം കൂടുകയാണ്. പാലായിൽ നിന്നുള്ള നമ്മളുടെ MLA മാണി സി കാപ്പൻ, ഇവർ 3 ആളുകളും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ജനസഭയിൽ UDF-നൊപ്പം നിൽക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും ഇരുമുന്നണികളുമായി ചർച്ച നടത്താൻ പുളിക്കക്കണ്ടം സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടെ UDF വിമതയായി വിജയിച്ച മായ രാഹുലും നിർണായക നീക്കങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.